ഹലോ ഫ്ലൈവേഴ്സ്, വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. വേൾഡ് കാർ ഓഫ് ദി ഇയർ 2021 റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അതിന് മുന്നേ എനിക്ക് ആദ്യം നിങ്ങളോട് എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണം, വലിയൊരു നന്ദി പറയണം. കാരണം ഇതിന്റെ ഒരു ലൈവ് അനൗൺസ്മെന്റ് വേൾഡ് കാർ TV-യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ആ ഒരു സമയത്ത് ലൈവില് എന്നെ കുറിച്ച് സംസാരിക്കുകയും എന്നോട് എന്നെ പ്രസന്റ് ചെയ്യാൻ പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് വേൾഡ് കാറിന്റെ അവാർഡ്സ് അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേരെടുത്ത് പറഞ്ഞ് അത് വളരെയധികം വേൾഡ് കാറിന്റെ ടീമിന് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഏറ്റവും അധികം ലൈവ് വാച്ച് ചെയ്തിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഓഡിയൻസ് എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഒരു സന്തോഷം ആക്ച്വലി പങ്കുവയ്ക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും വളരെ വലിയ താങ്ക്സ് എന്റെ പേരിലും വേൾഡ് കാർ ഓഫ് ദി ഇയറിന്റെ ജൂറി പാനലിന്റെ പേരിലും ഞാൻ നൽകുകയാണ്. അവരത് പ്രത്യേകിച്ച് കൺവേ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബിഗ് താങ്ക്സ് ടു ഓൾ അവർ ഫ്ലൈവീൽ ഓഡിയൻസ്. എനിവേ, ഞാൻ ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് 2021 വേൾഡ് കാർ ഓഫ് ദി ഇയറിന്റെ അവാർഡ് വിന്നേഴ്സിന്റെ പേരുകളും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള നോമിനീസിനെയാണ്. വേൾഡ് കാർ ഓഫ് ദി ഇയർ എന്ന് പറയുമ്പം അത് നമുക്കറിയാം, വേൾഡില് ഒരു വർഷം ഇറങ്ങുന്ന വാഹനങ്ങൾ, ലോകത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ നിന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഏറ്റവും നല്ല വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വലിയൊരു ബോഡിയാണ്. ലോകമൊട്ടുക്കുള്ള ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റുകൾ അടങ്ങുന്ന ഒരു ജൂറിയാണിത്. ഇതിൽ 93 ജൂറേഴ്സാണ് വേൾഡിൽ നിന്നുള്ളത്. പല ഭാഗത്തു നിന്നും പല രാജ്യങ്ങളിലായിട്ടുള്ള ജൂറേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നും 6 പേരുള്ളത്. അതിൽ സിദ്ധാർത്ഥ് പാട്ടേങ്കർ, അതുപോലെ തന്നെ ഹോർമൻ സോറബ്ജി, രമിക കൃപ്ലാനി, ധ്രുവ് ബെൽ, യോഗേന്ദ്ര പ്രതാപ്, പിന്നെ ഞാനുമാണുള്ളത്. ഏതായാലും അതിപ്പോൾ എൻ്റെ 2ാമത്തെ വർഷമാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എളുപ്പം എത്തിപ്പെടാത്തൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഡബിൾ സന്തോഷമുണ്ടെന്ന് പറയാം. എന്തായാലും സാധാരണ വേൾഡ് കാർ ഓഫ് ദി ഇയറിന്റെ ഒരു ജൂറി നടക്കാറുള്ളത് ലോസ് ആഞ്ചൽസിൽ വെച്ചിട്ടാണ്, അമേരിക്കയിൽ. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ആ ഒരു ജൂറി റൗണ്ട് ഓൺലൈനിലാണ് നടന്നത്. കാരണം നമുക്കറിയാം, കോവിഡിന്റെ ഈ ഒരു പ്രത്യേക കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അതങ്ങനെ നടന്നിട്ടില്ല. അതിന്റെ പുറമെ നമ്മൾ സാധാരണ ഒരു ജൂറി റൗണ്ടിൽ നിന്ന് നമ്മുടെ വെഹിക്കിൾസിന്റെ ടെസ്റ്റ് ഡ്രൈവ്സും എല്ലാം നടക്കാറുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ചെയ്യാറുള്ളത്, നമുക്ക് കിട്ടുന്ന വണ്ടികളെല്ലാം തന്നെ നമ്മളത് ഓടിക്കുകയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും, കിട്ടാതെ വരുന്ന വണ്ടികൾ എല്ലാം തന്നെ ആ ഒരു ലോസ് ആഞ്ചൽസ് വെച്ച് നടക്കുന്ന ജൂറി റൗണ്ടിൽ എല്ലാ വെഹിക്കിൾസും കിട്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പതിവാണ്. അപ്പൊ ഈ 2 വർഷം ആ പതിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ജൂറി റൗണ്ട് നടന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ കഴിയുന്നത്തോളം ചെയ്യാനും അതിന്റെ പുറമെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വെച്ചുള്ള വോട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ മറ്റുള്ള പല അവാർഡുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് വേൾഡ് കാറിന്റെ അവാർഡ് നിർണ്ണയം നടക്കാറുള്ളത്. നമ്മൾ ഓരോ ജൂറേഴ്സ് ചെയ്യുന്ന വോട്ടിംഗ് നേരെ പോകുന്നത് KPMG എന്ന് പറയുന്ന വേൾഡ് റെനൗൺഡ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഫേമിലേക്കാണ്. അവിടെ നിന്നുള്ള റിസൾട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന അന്ന് മാത്രമാണ്, അല്ലെങ്കിൽ ആ വേദിയിൽ വെച്ച് നടക്കുന്ന ആ വേദിയുടെ തൊട്ട് മുന്നേ എൻവലപ്പിലാണ് സാധാരണ റിസൾട്ട് അനൗൺസ് ചെയ്യാറില്ല. അതിന്റെ മുന്നേ ആർക്കും തന്നെ ഇത് അറിയാൻ പറ്റാറില്ല. പിന്നെ പുറമെ വേൾഡ് കാർ ഓഫ് ദി ഇയറിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയിൽ ബേസ്ഡ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അതിൽ ലോകമൊട്ടുള്ള ജൂറേഴ്സ് ഞാൻ പറഞ്ഞു. അതിൽ സ്റ്റീയറിംഗ് കമ്മിറ്റി ഉണ്ട്. സ്റ്റീയറിംഗ് കമ്മിറ്റിയിൽ കുറച്ച് അംഗങ്ങളുണ്ട്. അവരാണ് സാധാരണ ഈ ഒരു അവാർഡെല്ലാം പ്രസന്റ് ചെയ്യുന്നത്. അപ്പം എന്നെ കണ്ടില്ല എന്ന് പലരും പറഞ്ഞത്, പക്ഷെ ഞാൻ അവിടേക്കൊന്നും എത്തിയില്ല. ഇന്ത്യയിൽ നിന്നും അത് സിദ്ധാർത്ഥ് വിനായക് പട്ടേങ്കറാണ് ചെയ്യാറുള്ളത്. അപ്പം സിദ്ധാർത്ഥ് അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിരുന്നു ഓരോ അവാർഡ്സും അനൗൺസ് ചെയ്തിരുന്നത്. എനിവേ, അവാർഡ് അനൗൺസ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കാറ്റഗറീസിനെ കുറിച്ച് പറയാം. ബേസിക്കലി 5 കാറ്റഗറിയിലാണ് വേൾഡ് കാർ ഓഫ് ദി ഇയർ അവാർഡ് നടക്കുന്നത്. ഒന്ന് വേൾഡ് കാർ ഓഫ് ദി ഇയർ മെയിൻ അവാർഡ്. അതിന്റെ താഴെ നിൽക്കുന്ന വേൾഡ് ലക്ഷറി കാർ ഓഫ് ദി ഇയർ, പിന്നെ വേൾഡ് പെർഫോമൻസ് കാർ ഓഫ് ദി ഇയർ, വേൾഡ് അർബൻ കാർ ഓഫ് ദി ഇയർ, പിന്നെ ഡിസൈൻ ഓഫ് ദി ഇയർ, കാറുകളുടെ ഡിസൈൻ വെച്ചുള്ള അവാർഡ്. ഇതിന്റെ പുറമെ മറ്റൊരു അവാർഡ് ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യാറുള്ളത് പേഴ്സൺ ഓഫ് ദി ഇയർ ആണ്. അപ്പൊ ഞാൻ അത് ആദ്യം അനൗൺസ് ചെയ്യാം. ഈ വർഷം പേഴ്സൺ ഓഫ് ദി ഇയറിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഒരു ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു. പ്രതാപ് ബോസ് എന്ന് പറയുന്ന ഇപ്പം ടാറ്റയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ടാറ്റയുടെ ചീഫ് ഡിസൈനർ ആയിരുന്ന വ്യക്തിയാണ്. പ്രതാപ് ബോസിന്റെ കോൺട്രിബ്യൂഷൻ ടാറ്റന്റെ ആ ഒരു ഡിസൈനിങ് ടീമിലേക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്കറിയാം. പ്രതാപ് ബോസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 5 ടോപ്പ് 10 വന്നിരുന്ന ആളായിരുന്നു. പക്ഷെ ആ അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത് ടൊയോട്ട മോട്ടോർ കോർപ്പറേഷന്റെ പ്രസിഡന്റാണ്. അക്കിയോ ടൊയോഡ എന്ന് പറയുന്ന വ്യക്തിയാണ് 2021 വേൾഡ് കാർ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ ഒരു മേഖലയ്ക്കുള്ള നമുക്ക് അറിയാം, ടൊയോട്ട വേൾഡിലെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചേഴ്സ് ആണ്. ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിലും ടൊയോട്ട മുമ്പതിൽ നിൽക്കുന്ന മാനുഫാക്ചറാണ്. ഈ വ്യക്തി ടൊയോഡ എന്ന് പറയുന്ന ഫാമിലി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ടൊയോഡ എന്നുള്ള പേരുണ്ട്. ടൊയോട്ടന്റെ ഫാമിലി നെയിമാണ് ടൊയോഡ. അക്കിയോ ടൊയോഡ ഇപ്പം ടൊയോട്ടയുടെ പ്രസിഡന്റ് ആയി നിൽക്കുന്ന വ്യക്തിയാണ്. പുള്ളി മോട്ടോർ സ്പോർട്ടിലും അതുപോലെ തന്നെ മറ്റുള്ള വെഹിക്കിൾ ഡെവലപ്മെന്റിലും വളരെയധികം ഇൻവോൾവ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ അക്കിയോ ടൊയോഡ.
ഇനി മെയിൻ നമുക്ക് എല്ലാവർക്കും തന്നെ താല്പര്യമുള്ള കാർ സെക്ഷൻസ് ആണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അതിൽ ആദ്യം അനൗൺസ് ചെയ്തിരുന്ന കാറിന്റെ ഡിസൈൻ ഓഫ് ദി ഇയർ, വേൾഡ് കാർ ഡിസൈൻ ഓഫ് ദി ഇയർ 2021. അതിൽ 5 ഷോർട്ട് ലിസ്റ്റ് ഞാൻ പറയും. അതിൽ 3 ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വിന്നറിന് ഞാൻ മെൻഷൻ ചെയ്യും. 5 ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഒന്ന് പോർഷെ 911 ടോബോ ആയിരുന്നു, മറ്റൊന്നുള്ള ഹോണ്ട ഇ ആയിരുന്നു, പോൾസ്റ്റാർ 2 എന്ന് പറയുന്ന ലക്ഷറി കാർ, മസ്ദയുടെ MX-30, പിന്നെ ലാൻഡ് റോവർ ഡിഫൻഡർ ആയിരുന്നു. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ടോപ്പ് 3 വന്നിരുന്ന ഹോണ്ട ഇയും അതുപോലെ തന്നെ മസ്ദ MX-30യും ലാൻഡ് റോവർ ഡിഫൻഡർ ആയിരുന്നു. വേൾഡ് കാർ 2021 കാർ ഡിസൈൻ ഓഫ് ദി ഇയർ ആയിട്ട് വിന്നർ ആയിട്ട് വന്നത് നമ്മുടെ എല്ലാവരും തന്നെ ഫേവറേറ്റിൽ ഒന്നായിട്ടുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ ആണ്. ലാൻഡ് റോവർ ഡിഫൻഡറിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിലും ലാൻഡ് റോവർ ഡിഫൻഡറിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു വീഡിയോ. ലാൻഡ് റോവർ ഡിഫൻഡർ ഓട്ടോമൊബൈൽ രംഗത്തെ ഏറ്റവും ഐക്കോണിക് പേരുകളിലൊന്നാണ് ഡിഫൻഡർ. 2020 ഡിഫൻഡർ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് കാറിന്റെ ബെസ്റ്റ് ഡിസൈൻ അവാർഡ്സിൽ നോമിനിയിൽ ഒന്ന് സ്ട്രോങ് ആയി നിന്നിരുന്നത് ഡിഫൻഡർ ആയിരുന്നു. ഡിഫൻഡറിന്റെ ഡിസൈനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പാരമ്പര്യവും റഗഡ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറും നിലനിർത്തിയിട്ട് ഏറ്റവും നൂതനമായ ഒരു ഡിസൈൻ ഫോമിൽ വണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഡിഫൻഡർ ഐക്കോണിക് ആയിട്ടുള്ള പല എലമെന്റ്സും മോഡേൺ ആയിട്ട് പ്രസന്റ് ചെയ്യുകയാണ് പുതിയ ഡിഫൻഡറിലൂടെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ യുണീക്ക് ഐഡന്റിറ്റീസ് എല്ലാം തന്നെ കീപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിലൊന്നാണ് ആൽപൈൻ വിൻഡോ എന്ന് പറയുന്ന ടോപ്പിൽ വരുന്ന കർവ് വിൻഡോ. ഡിഫൻഡറിന്റെ പാരമ്പര്യം നിലനിർത്തിയെങ്കിലും ഏറ്റവും ആഡംബരപൂർണമായ രീതിയിലാണ് പുതിയ ഡിഫൻഡർ ഒരുക്കിയിട്ടുള്ളത്. ആഡംബരത കൂടെ തന്നെ അതിന്റെ പ്രായോഗികതയും കണക്കിലെടുത്തിട്ടാണ് ഡിഫൻഡറിന്റെ ഉൾവശവും മറ്റുമെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പ്രാക്ടിക്കൽ എലമെന്റ് ഒരുപാട് പോസിറ്റീവായിട്ട് വന്നെങ്കിലും ഡിഫൻഡറിന്റെ സ്റ്റൈലിംഗ് തന്നെയാണ് ഇന്നും മികച്ചതായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് കാർ ഡിസൈൻ ഓഫ് ദി ഇയറിന് ഏറ്റവും പ്രാപ്തമായിട്ടുള്ള കാറുകളിലൊന്നാണ് ഡിഫൻഡർ. ഇനി വരുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും അധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന കാറാണ് അർബൻ കാർ ഓഫ് ദി ഇയർ, ചെറിയ കാറുകൾ. അപ്പോൾ വേൾഡ് കാർ അർബൻ കാർ ഓഫ് ദി ഇയറിൽ 5 ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2020 ഡൽഹിയിൽ വെച്ച് ടോപ്പ് 5 അനൗൺസ് ചെയ്തിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് ഇപ്പം ഓർമ്മയുണ്ട്. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഹ്യുണ്ടായി i20, അതുപോലെ തന്നെ ഹ്യുണ്ടായി i10, ഇന്ത്യയിൽ ഗ്രാൻഡ് i10 എന്ന് പറഞ്ഞിരിക്കുന്ന മോഡൽ, അതുപോലെ തന്നെ ടൊയോട്ട യാരിസ്, ഹോണ്ട ജാസ് അല്ലെങ്കിൽ ഹോണ്ട ഫിറ്റ്, ചില മാർക്കറ്റ് ഫിറ്റ് എന്നുള്ള പേരിലായിരുന്നു, പിന്നെ ഹോണ്ട ഇ. ഇതിൽ 3 ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ലിസ്റ്റ് വന്ന് ടൊയോട്ട യാരിസ്, ഹോണ്ട ഫിറ്റ് അഥവാ ജാസ്, പിന്നെ അത് ഹോണ്ട ഇ ആണ്. വേൾഡ് കാർ 2021 അർബൻ കാർ ഓഫ് ദി ഇയർ വിന്നർ ആയിട്ട് വന്നിട്ടുള്ള ഹോണ്ട ഇ എന്ന ഇലക്ട്രിക് കാർ. ഹോണ്ട ഇയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഹോണ്ട ഇ അർബൻ കാറുകളെ കുറിച്ച് ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള മാനുഫാക്ചേഴ്സ് ആണ് ജാപ്പനീസ് മാനുഫാക്ചേഴ്സ്. അതിൽ പ്രാമുഖ്യം നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഹോണ്ട. ഹോണ്ടയുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിട്രോ ഫ്യൂച്ചറിസ്റ്റിക് കാറാണ് ഹോണ്ട ഇ. പൂർണ്ണമായും ഇലക്ട്രിക്കിൽ ഓടുന്ന ഒരു കോമ്പാക്ട് ഹാച്ച് ബാക്ക് ആണ് ഹോണ്ട ഇ. ഇതിന്റെ കട്ടിംഗ് എഡ്ജ് ഡിസൈനും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിയും ലേറ്റസ്റ്റ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവുമാണ് ഇന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പം യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും സൈഡ് വ്യൂ മിററിന് പകരം ക്യാമറയോട് കൂടി വന്നിരിക്കുന്ന സ്ക്രീനും സ്പേഷ്യസ് ആയിട്ടുള്ള ചെറിയ ഇന്റീരിയറും ഹൈ ക്വാളിറ്റി മെറ്റീരിയലും എല്ലാം തന്നെ ഹോണ്ട ഇനെ വേറിട്ട് നിർത്തുന്നു. ഇതിന്റെ ഒതുക്കം ഉള്ള സൈസും ഹോണ്ട ഇയുടെ ഒരു പോസിറ്റീവ് സൈനാണ്. ഈ വർഷത്തെ അർബൻ കാർ ഓഫ് ദി ഇയറിന് ഏറ്റവും പ്രാപ്തമായിട്ടുള്ള കാറുകൾ ഒന്ന് തന്നെയാണ് ഹോണ്ട ഇ. ഇനി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് പെർഫോമൻസ് കാർ ഓഫ് ദി ഇയർ. പെർഫോമൻസ് കാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്പോർട്ടി ആയിട്ടുള്ള ഒരു കാറായിരിക്കും, സ്പോർട്സ് കാർ ആയിരിക്കും, അല്ലെങ്കിൽ സ്പോർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാർ ആയിരിക്കും. ഒരുപാട് കാറുകളും പല വേരിയൻസും വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ടോപ്പ് 5 വന്നിരുന്നതിൽ വന്ന മോഡൽസ് ആണ് ഇനി ആദ്യം ഞാൻ പറയുന്നത്. അതിൽ ഒന്ന് BMW M2 CS എന്ന് പറയുന്ന മോഡലായിരുന്നു. പിന്നെ വന്നത് BMW ട്വിൻസ് ആയിട്ടുള്ള X5M X6M ആയിരുന്നു. പിന്നെ വന്നത് Audiയുടെ RS Q8 ആണ്. പിന്നെ വന്നിട്ട് ചെറിയൊരു വണ്ടിയാണ് ടൊയോട്ട GR Yaris എന്ന് പറയുന്ന ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു ഹോട്ട് ഹാച്ച് ആയിട്ടുള്ള മോഡലും. ലാസ്റ്റ് വന്നിരുന്നത് പോർഷെ 911 ടോബോ. ഇതൊന്ന് ടോപ്പ് 3 ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് Audi RS8, അതുപോലെ തന്നെ ടൊയോട്ട GS Yaris, പിന്നെ പോർഷെ 911 ടോബോ. ഈ ഒരു സെഗ്മെന്റ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും അധികം ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള പോർഷെയാണ്. 7 തവണക്കാണ് പോർഷെക്ക് അവാർഡ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ആ പോർഷെക്ക് തന്നെയായിരുന്നു ടൈക്കാനായിരുന്നു കിട്ടിയിരുന്നത്, ഒരു ഇലക്ട്രിക് പോർഷെക്കായിരുന്നു. ഈ തവണ ഏതിനാണ് അവാർഡ് കിട്ടിയെന്നല്ല, പോർഷെക്ക് തന്നെ, പോർഷെ 911 ടോബോ. 911 ടോബോ നമ്മൾ കവർ ചെയ്തിട്ടുള്ള പുതിയ 911 992 ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ കവർ ചെയ്തു. അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യും. എനിവേ 911 ടോബോനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. പോർഷെ 911 ടോബോ ഇന്നിപ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ പോർഷയും ടോബോഫൈഡ് ആണെങ്കിലും 911 ടോബോ സ്പെഷ്യൽ തന്നെയാണ്. പോർഷെ 911 സ്പോർട്സ് കാറിൽ നിന്ന് ഒരു ഹൈപ്പർ കാർ ലീഗിലേക്ക് ആക്കി മാറ്റുന്ന ഒരു കാറാണ് 911 ടോബോ. 520 HP ഫ്ലാറ്റ് 6 എഞ്ചിനും 0-100 എന്ന സ്പ്രിന്റ് 2.8 സെക്കൻഡിൽ എത്തുന്നതും 320 കിലോമീറ്റർ എന്ന കൂടിയ വേഗതയും എല്ലാം തന്നെ 911 ടോബോനെ സാധാരണ 911 നിന്ന് തന്നെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പോർഷെ എന്ന ഏറ്റവും മികച്ച സ്പോർട്സ് കാർ മേക്കറിൽ നിന്ന്
ഒരു ഹൈപ്പർ കാർ പെർഫോമൻസോടുകൂടി വരുന്ന ഈ ഒരു സ്പോർട്സ് കാർ തന്നെയാണ് ഈ വർഷത്തെ പെർഫോമൻസ് കാറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാർ. പോർഷയുടെ 7ാമത്തെ പെർഫോമൻസ് കാർ ഓഫ് ദി ഇയർ ടൈറ്റിലാണ് 911 ടർബോയിലൂടെ ഇത്തവണയും വിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു സെഗ്മെന്റ് ആണ് വേൾഡ് ലക്ഷറി കാർ ഓഫ് ദി ഇയർ. ലക്ഷറി കാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ്. ആ ഒരു സെഗ്മെന്റ് ഒരുപാട് നോമിനീസ് വരാറുണ്ട്, എല്ലാ വർഷവും നല്ല നല്ല മോഡൽസ് വരാറുണ്ട്. ഈ വർഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മോഡലിൽ ഒന്ന് വന്നിരിക്കുന്നത് ആസ്റ്റൺ മാർട്ടിന്റെ DBX എന്ന് പറഞ്ഞ പുതിയ SUV ആണ്. മറ്റൊന്ന് വന്നത് BMW X6 ആണ്. പിന്നെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ. പിന്നെ വന്നിരിക്കുന്ന ഈ സെഗ്മെന്റിനെ ഏറ്റവും വിശേഷിപ്പിക്കാവുന്ന മെർസിഡീസ് S-Class ആണ്. ലാസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് പരിചിതമല്ലെങ്കിലും വോൾവോയുടെ സബ്സിഡറി ആയിട്ട് വന്നിട്ടുള്ള ഇലക്ട്രിക് കാർ ഡിവിഷൻ ആയിട്ടുള്ള പോൾസ്റ്റാറിന്റെ 2 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ ടോപ്പ് 3 ആയിട്ട് സെലക്ട് ചെയ്തിരുന്നത് മെർസിഡീസ് ബെൻസ് S-Class, ലാൻഡ് റോവർ ഡിഫൻഡർ, അതുപോലെ തന്നെ പോൾസ്റ്റാർ 2. ഈ ഒരു സെഗ്മെന്റിൽ വിന്നർ ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഊഹിക്കുന്നുണ്ടാവും എനിക്കറിയാം. എനിവേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് ഈ ഒരു സെഗ്മെന്റിലും ഏറ്റവും അധികം വിന്നറായിട്ട് വന്നത് ജർമ്മൻ ലക്ഷറി കാർ മാനുഫാക്ചർ മെർസിഡീസ് ബെൻസ് ആണ്. 5 തവണയാണ് മെർസിഡീസ് ബെൻസ് ഈ ഒരു സെഗ്മെന്റ് വിൻ ചെയ്തിട്ടുള്ളത്. ഇത്തവണയും ആ സെഗ്മെന്റ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത് മെർസിഡീസ് ബെൻസ് അല്ല, മെർസിഡീസ് ബെൻസ് ഏറ്റവും പുതിയ S-Class. ഇന്ത്യയിൽ ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ഫസ്റ്റ് ലുക്ക് റിവ്യൂ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു അവാർഡ് ഏറ്റവും അർഹിക്കുന്ന മോഡൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മെർസിഡീസ് ബെൻസിന്റെ ഏറ്റവും പുതിയ S-Class ആണ്. S-Class കുറിച്ചുള്ള ഒരു ഇലോബറേറ്റഡ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രീഫ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലും S-Class കുറിച്ച് മനസ്സിലാക്കാം. മെർസിഡീസ്-ബെൻസ് S-Class, ദ ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്ന ടൈറ്റിലിന് അർഹമായിട്ടുള്ളൊരു കാറാണ് S-Class. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിൽ മറ്റേത് കോമ്പറ്റീഷൻ ഉണ്ടായാലും S-Class തന്നെ വിന്നർ ആവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ഈ പുതിയ S-Class എല്ലാ തരത്തിലും ലക്ഷറി കാർ സെഗ്മെന്റിന് അടുത്ത തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഡിസൈൻ ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും സേഫ്റ്റി ഫീച്ചർ ആണെങ്കിലും ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും എല്ലാം അടങ്ങുന്ന പുതിയ S-Class കട്ടിംഗ് എഡ്ജ് ലക്ഷറി കാർ എന്ന് വേണം പറയാൻ. വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനുകളും ട്രിം ഓപ്ഷനുകളും ലഭിക്കുന്ന S-Class മാബാഗ് ട്രിം വരെ എത്തുമ്പോഴേക്ക് അടുത്തൊരു തലത്തിലുള്ള ഒരു സെഗ്മെന്റിലേക്ക് കാറ്റർ ചെയ്യുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ S-Class വേൾഡ് ലക്ഷറി കാർ ഓഫ് ദി ഇയർ എന്ന ടൈറ്റിലിന് ഏറ്റവും അർഹമായിട്ടുള്ള കാർ തന്നെ. ഇനി വരുന്ന ദി വേൾഡ് കാർ ഓഫ് ദി ഇയറിന്റെ ഫൈനലിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി വലിയൊരു ലിസ്റ്റ് അനൗൺസ് ചെയ്യാം. വേൾഡ് കാർ ഫൈനലിസ്റ്റിൽ ഒരുപാട് മോഡൽസ് വന്നിരുന്നു. പല ക്രൈറ്റീരിയസും വെച്ചിട്ടാണ് വേൾഡ് കാറിന്റെ ഓരോ സെഗ്മെന്റ്സും നമ്മൾ തിരിക്കുന്നത്. അതിൽ വേൾഡ് കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന സെഗ്മെന്റിൽ വരുന്ന ഫൈനലിസ്റ്റുകളെ ഞാൻ അനൗൺസ് ചെയ്യുന്നത്. ഇതിൽ ഒന്ന് Audi A3 ആയിരുന്നു, മറ്റൊന്ന് BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയാണ്, ഇത് നമ്മൾ കവർ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഒന്ന് BMW 4 സീരീസ് ആണ്. പിന്നെ വന്നിരുന്നത് Kia K5 Optima എന്ന് പറയുന്ന മോഡലാണ്. മറ്റൊന്ന് കിയയുടെ Sorento ആണ്. അടുത്ത വന്നിരിക്കുന്ന മസ്ദയുടെ MX-30 എന്ന് പറയുന്ന മോഡലാണ്. അടുത്ത തന്നെ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന മെർസിഡീസിന്റെ ഏറ്റവും പുതിയ GLA ആണ്. വേറെ വന്നിരിക്കുന്ന Honda E എന്ന് പറയുന്ന ഇലക്ട്രിക് കാറാണ്. മറ്റൊരു ഇലക്ട്രിക് കാർ കൂടെ ഉണ്ട്, ഫോക്സ് വാഗന്റെ ID4 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് മോഡലാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഫൈനലിസ്റ്റിൽ വന്നിരുന്നത് ടൊയോട്ടയുടെ യാരിസ് എന്ന് പറഞ്ഞ ഹാച്ച് ബാക്ക് ആണ്. ഇപ്പൊ മിക്കവാറും എല്ലാം തന്നെ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള കാറുകളാണ് ഈ സെഗ്മെന്റിൽ. ഇതിൽ ഷോർട്ട് ലിസ്റ്റിൽ ടോപ്പ് 3 വന്നിരുന്നതും ചെറിയ കാറുകൾ തന്നെയായിരുന്നു. അത് ഒന്ന് Honda E ആണ്, മറ്റൊന്ന് ടൊയോട്ട യാരിസ് ആണ്, അടുത്ത് വന്നിരുന്ന ഫോക്സ് വാഗന്റെ ID4 ഇലക്ട്രിക് കാർ. ഇതിൽ വേൾഡ് കാർ ഓഫ് ദി ഇയർ 2021 ആയിട്ട് വിൻ ചെയ്തിട്ടുള്ളത് വീണ്ടും ഒരു ഇലക്ട്രിക് കാറാണ്. നിങ്ങൾ ഊഹിക്കുന്ന പോലെ തന്നെ ഫോക്സ് വാഗൻ ID4 ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഫോക്സ് വാഗൻ ID4 ഫോക്സ് വാഗന്റെ ഏറ്റവും പുതിയ MEV ഇലക്ട്രിക് മോഡുലാർ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഗ്ലോബൽ ഇലക്ട്രിക് കാറാണ് ID4. ഒരുപാട് പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ഫോക്സ് വാഗൻ ID4 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 520 കിലോമീറ്റർ റേഞ്ചും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻറ്റ് ബാറ്ററി സിസ്റ്റവുമാണ് ഫോക്സ് വാഗൻ ID4 നൽകിയിട്ടുള്ളത്. ഇതിന് പുറമെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ ഫോമും യൂട്ടിലിറ്റി കണക്കിലെടുത്തുള്ള ഏറ്റവും മികച്ച ഇന്റീരിയർ സ്പേസും നല്ല ബിൽഡ് ക്വാളിറ്റിയുമാണ് ID4 വ്യത്യസ്തമാക്കുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് എന്നീ 2 ഡ്രൈവ് കോൺഫിഗറേഷനിലും ID4 ലഭ്യമാണ്. ഒരു ഗ്ലോബൽ ഇലക്ട്രിക് കാർ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഫോക്സ് വാഗന്റെ ഫ്യൂച്ചർ ഇലക്ട്രിക് കാർ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ഈ ഒരു കാറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വേൾഡ് കാർ ഓഫ് ദി ഇയർ എന്ന ടൈറ്റിലിന് അർഹമായിട്ടുള്ള പുതിയ ഒരു താരമാണ് ഫോക്സ് വാഗൻ ID4. എല്ലാ വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻ. എല്ലാ വിന്നേഴ്സിന്റെയും റെപ്രസെന്റേറ്റീവുമായിട്ടുള്ള ടോക്കും ഓൾറെഡി വേൾഡ് കാറിന്റെ അവാർഡ് നോമിനേഷൻ സമയത്ത് നടന്നിരുന്നു. അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് കാർ TV എന്ന് പറയുന്ന ചാനലിലൂടെ കാണാൻ പറ്റും. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വേൾഡ് കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ന്യൂസുകളും ഇന്റർനാഷണൽ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. എനിവേ വേൾഡ് കാറിന്റെ മലയാളം അനൗൺസ്മെന്റ് ഞാൻ ഇവിടെ നടത്തിയിരിക്കുന്നത്.
നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടിന് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. ഈ വർഷത്തെ വിന്നേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണം നമ്മുടെ കമന്റ് ബോക്സിലൂടെ. അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വെഹിക്കിൾസ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതും നിങ്ങൾ ഷെയർ ചെയ്ത് അറിയിക്കുക. നമ്മൾക്ക് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും മാനിക്കുന്നതാണ്. എനിവേ 2021 വേൾഡ് കാർ ഓഫ് ദി ഇയറിന്റെ ഒരു മലയാളം അനൗൺസ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ഏറ്റവും അധികം ആളുകളെ കാണിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വർഷത്തെ വേൾഡ് കാർ ഇയറിന്റെ ഓരോ അപ്ഡേറ്റ്സും നമ്മൾ ഫ്ലൈവിലൂടെയും വേൾഡ് കാർ അവാർഡ് ടിവിയിലൂടെയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കുക. സ്റ്റേ സേഫ്. ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത തവണ കാണുന്നവരെ ഹാപ്പി വെഡിങ്.